യുക്രൈന് വീണ്ടും ബ്രിട്ടന്റെ സഹായം $58 കോടി സൈനിക സഹായം പ്രഖ്യാപിച്ച യുകെയും നോർവേയും. ബ്രിട്ടൻ 78% തുക പണമായി നേരിട്ട് നൽകും. ബാക്കി നോർവേയാകും നൽകുക. ഡ്രോണുകൾ, ആന്റി ടാങ്ക് മൈനുകൾ തുടങ്ങിയവ വാങ്ങുന്നതിനാണ് സാമ്പത്തിക സഹായം. സംഘർഷ സാധ്യതകൾ ലഘൂകരിക്കാനും റഷ്യയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുമാണ് ലക്ഷ്യമെന്ന് യുകെ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹെലി പറഞ്ഞു. യുക്രൈന്റെ പരമാധികാരം നിലനിർത്തുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയുമാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. We're stepping up as one, ready to secure Ukraine's future following any peace deal. We advance the momentum of that planning here today, planning to put Ukraine in the strongest possible position to protect its sovereignty and to deter any further Russian aggression. And while today's discussions will be private, our planning is real and substantial. Our plans are well developed, and we have clear objectives for Ukraine. First, to secure safe skies. Second, to secure safe seas. Third, to support a peace on the land. And fourth, to support the Ukrainian armed forces to become their own strongest possible deterrent. ഐസൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, കൂടുതൽ വിവരങ്ങൾ. ഇത് രണ്ടാമത്തെ തവണയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഖ്യം ഇപ്പോൾ യുക്രൈനെ സഹായവുമായി എത്തുന്നത്. നേരത്തെ ബ്രിട്ടൻ നേരിട്ട് തന്നെ ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം നൽകുന്ന അല്ലെങ്കിൽ ധനസഹായവും സൈനിക സഹായവും നൽകുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. ഇത് വീണ്ടും ഒരു സൈനിക സഹായത്തിനുള്ള ഒരു സൈനിക പിന്തുണയാണ് നൽകുന്നത്. ഇത് രണ്ട് രാജ്യങ്ങൾ ചേർന്ന്, അതായത് ബ്രിട്ടനും അതുപോലെ തന്നെ നോർവേയും ചേർന്നാണ് ഈ തുക നൽകുന്നത്. ഇപ്പോൾ ലഭ്യമാക്കുന്ന ഈ സൗകര്യങ്ങൾ നൽകുന്നത് നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിൽ സൈനിക പിന്തുണ അമേരിക്ക യുക്രൈന് പിൻവലിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ യുക്രൈൻ്റെ ആ ഒരു പ്രതിരോധ ശേഷി കൃത്യമായി നിലനിർത്തുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്ന ഒരു ആവശ്യം വളരെ ശക്തമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് വീണ്ടും ആക്രമണം നടക്കുകയും, അതായത് കരിങ്കടലിലും അതുപോലെ തന്നെ ഇലക്ട്രിക് ജനറേഷൻ സ്ഥാപനങ്ങളിലുമൊന്നും ആക്രമണം നടത്തില്ല എന്ന് റഷ്യ ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ കൂടി റഷ്യയുടെ ആക്രമണം പല യുക്രൈൻ പ്രദേശങ്ങളിലും നടന്നിരുന്നു. പക്ഷേ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം അനിവാര്യമായൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ യുക്രൈനെ കൃത്യമായ ആയുധ ശേഖരം ഉണ്ടാക്കേണ്ട അനിവാര്യം തന്നെ നിലവിൽ വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു പിന്തുണ നൽകാനുള്ള രണ്ടാം ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പിന്തുണ നൽകാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. തീരുമാനപ്രകാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 78% തുക ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നോർവേയുടെ ഭാഗത്തു നിന്നും ചേർത്തായിരിക്കും ഈ തുക നൽകുക എന്നാണ് അറിയുന്നത്. ഇത് രാജ്യങ്ങളുടെ ആ ഒരു കൺസോർഷ്യം പോലെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൽ നിന്നും ഫണ്ട് നൽകുന്നു. ഇനി തുടർന്ന് മറ്റു രാജ്യങ്ങൾ ചേർന്ന് ഘട്ടം ഘട്ടമായി തുക നൽകുക, അല്ലെങ്കിൽ അതിനുള്ള സൈനിക പിന്തുണയ്ക്കോ അല്ലെങ്കിൽ അനുബന്ധമായ പിന്തുണയ്ക്കോ ഒക്കെ ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമായി നിലനിൽക്കുന്നത്. തീർച്ചയായും ഇത് യുക്രൈനെ സൈനികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും പിന്തുണയ്ക്കാനുള്ള യൂറോപ്യൻ യൂണിയൻ്റെ ഒരു നിലപാട് തന്നെയാണ്. യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിൻ്റെ ഭാഗമായാലും നാറ്റോ അംഗത്വത്തിൻ്റെ ഭാഗമായാലും അത്തരത്തിലുള്ള നീക്കങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ യുക്രൈനെ ചേർത്ത് പിടിക്കുന്നു, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെന്ന കാര്യത്തിലും തർക്കമില്ല. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ സൈനിക പിന്തുണ പൂർണ്ണമായും നിർത്തിവെക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ യുക്രൈനെ കൃത്യമായൊരു പിന്തുണ നൽകുകയാണ് ലക്ഷ്യം. യുക്രൈനെ സ്വയം നിലനിൽക്കാനും യുക്രൈൻ്റെ പരമാധികാരം സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങൾ നൽകുക, സമാധാനവും അതുപോലെ തന്നെ പരമാധികാരവും സംരക്ഷിക്കുന്നതിനുള്ള 4 പരിപാടികളുടെ ഭാഗമായാണ് തുക നൽകുന്നത് എന്നാണ് ഇപ്പോൾ ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത്.